അട്ടിമറി വിജയം നേടി തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് തിരക്കിട്ട നീക്കങ്ങളുമായി ടി.വി.കെ. വിജയുടെ സത്യപ്രതിജ്ഞ 7-ന് സൂചന. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി തേടി ഗവർണർക്ക് ഇമെയിൽ അയച്ചെന്നാണ് വിവരം. വിവിധ പാർട്ടികളെ ഒപ്പം കൂട്ടി കേവല ഭൂരിപക്ഷം തികയ്ക്കാനാണ് ടി.വി.കെ. ശ്രമം. DMK സഖ്യത്തിൽ തുടരുമെന്ന് CPI വ്യക്തമാക്കി. 2 മണ്ഡലങ്ങളിൽ വിജയിച്ച് വിജയ് രാജിവെക്കുന്നത് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് ആകും. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള താല്പര്യം പ്രകടമാക്കിയ താരം തൃഷ കൃഷ്ണൻ ആ സീറ്റിൽ മത്സരിച്ചിരിക്കുമെന്ന് സൂചനയുണ്ട്. മനേഷ് മൂർത്തി വിവരങ്ങൾ വെച്ചിരുന്നു. മനേഷ്, ഒരുപാട് സീറ്റുകളുടെ കുറവില്ല, 10 സീറ്റ് മതി. ഇതിനോടകം തന്നെ കോൺഗ്രസ് അതിന് പച്ചക്കൊടി കാണിക്കുന്നുണ്ട്. ലീഗുമായി ചില ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് 10 സീറ്റ് തികയ്ക്കൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് തമിഴ്നാട് ഇതുവരെ കാണാത്ത വണ്ണമുള്ള ഒരു മഹാപരിപാടിയാക്കി മാറ്റാനുള്ള പരിപാടിയിലാവില്ലേ ടി.വി.കെ. മനേഷ്? അശ്മി, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. 7-ാം തീയതി സമയം പറഞ്ഞിട്ടില്ല. സമയം ഒരുപക്ഷെ നാളെ പ്രഖ്യാപിക്കുമായിരിക്കും. എന്തായാലും അതൊരു വലിയ പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമം തന്നെയായിരിക്കും ടി.വി.കെയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. കാരണം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴ്നാട് ഭരിക്കുന്ന ഒരു തരത്തിലേക്ക് ടി.വി.കെ എത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഒരു 10 സീറ്റിന്റെ കുറവ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ. വളരെ വേഗത്തിലുള്ള ചർച്ചകൾ, സജീവമായ ചർച്ചകൾ എന്തായാലും ഇപ്പോഴും തുടരുകയാണ്. വിജയുടെ പട്ടണപ്പാക്കത്തുള്ള ഫ്ളാറ്റിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുണ്ട്. മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുന്നുണ്ട്. അതുപോലെ ഒപ്പം കൂട്ടാൻ കഴിയുന്ന പാർട്ടികൾ എന്നുള്ള ആ രീതിയിലുള്ള ചർച്ചകളെല്ലാം തന്നെ തുടരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഒരു പച്ചക്കൊടി ഇക്കാര്യത്തിൽ കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 5 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. DMK സഖ്യത്തിലാണ് മത്സരിച്ചതെങ്കിൽ കൂടിയും 5 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. അല്പസമയം മുമ്പ് ഡൽഹിയിൽ അവസാനിച്ച ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ അവസാനിച്ച യോഗത്തിൽ വെച്ച് ഉണ്ടായ തീരുമാനം, അത് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് PCCക്ക് വിട്ടിരിക്കുന്നു ആ തീരുമാനം. അതായത് എന്താണ് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വികാരമനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു നിർദ്ദേശം PCCക്ക് നൽകി, തമിഴ്നാട് PCCക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും, കാരണം നേരത്തെ മുതൽ തന്നെ തമിഴ്നാട് PCC ടി.വി.കെയുമായൊരു സഖ്യ സാധ്യതകൾ നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തേടിയിരുന്നതാണ്. പക്ഷേ ഹൈക്കമാൻഡ് ഇടപെട്ടാണ് DMK സഖ്യത്തിൽ തന്നെ തുടർന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു യോഗം ചേർന്നൊരു തീരുമാനം പ്രഖ്യാപിക്കൽ മാത്രമായിരിക്കും PCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 5 സീറ്റുകൾ കൂടി വരുന്നു, 5 സീറ്റുകൾ കൂടി ടി.വി.കെ സഖ്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ വരുമ്പോൾ 113 സീറ്റുകളാവും. മറ്റ് പാർട്ടികൾ, അമ്മാ മക്കൾ മുന്നേറ്റ കഴകം, NDA സഖ്യത്തിലുള്ള TTV ദിനകരന്റെ അമ്മാ മക്കൾ മുന്നേറ്റ കഴകത്തിന് ഒരു സീറ്റുണ്ട്. ആ ഒരു സീറ്റും അതും ഏകദേശ ധാരണയായിട്ടുണ്ട്. ടി.വി.കെക്ക് പിന്തുണ നൽകാമെന്നുള്ള ധാരണയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സീറ്റ് കൂടി അധികമായി ലഭിക്കും. PMK പാട്ടാളി മക്കൾ കക്ഷിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു. പക്ഷേ അതിപ്പോൾ എവിടെയും എത്താതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വലിയ ഡിമാൻഡുകളാണ് PMK വെച്ചിട്ടുള്ളത്. 4 സീറ്റുകൾ ഉണ്ടാക്കാൻ, അതായത് സെങ്കോട്ടയ്യന്റെ നേതൃത്വത്തിൽ അണ്ണാ DMK-യിൽ MLA-മാർ അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെയുള്ള സൂചനകൾ വന്നിരുന്നു. ആ തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോഴും ഉണ്ടോ വിജയ് ടി.വി.കെയുടെ ഭാഗത്തുനിന്ന്? KS സെങ്കോട്ടയ്യന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോഴും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. കാരണം 3-1 MLA-മാരെ ടി.വി.കെ പാളയത്തിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. നമ്മൾ നേരത്തെയൊക്കെ ഈ പറഞ്ഞ ടി.വി.കെയുടെ പല ആളുകളുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നിരുന്ന 4 MLA-മാർ ഇപ്പോൾ തന്നെ തയ്യാറാണ്. പക്ഷേ അത്തരത്തിൽ വരുമ്പോൾ വിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ 3-1 MLA-മാർ വരുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു 15 MLA-മാരെ ഇവിടേക്ക് കൊണ്ടുവരിക, ടി.വി.കെയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് KS സെങ്കോട്ടയ്യൻ ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ ഒരു യോഗം EPS-ന്റെ വസതിയിൽ ചേരും എന്നുള്ളൊരു സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ഒരുപക്ഷെ ടി.വി.കെയിലേക്ക് പോകാൻ സാധ്യതയുള്ള MLA-മാരെ അല്ലെങ്കിൽ നിയുക്ത MLA-മാരുടെ യോഗമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഇന്നിപ്പോൾ രാത്രി വിപുലമായ യോഗങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടക്കുന്നു. ടി.വി.കെ യോഗം തുടരുകയാണ്, വിജയുടെ നേതൃത്വത്തിലുള്ള യോഗം തുടരുകയാണ് പട്ടണപ്പാക്കത്തെ ഫ്ളാറ്റിൽ. അങ്ങനെ സജീവമായി ഇന്ന് രാത്രി കൊണ്ട് തന്നെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ടി.വി.കെ പുറത്തുനിന്ന് പിന്തുണ തേടാൻ അല്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണ നൽകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചില പാർട്ടികൾ മുൻപോട്ട് വന്നിട്ടുണ്ട്. DMK സഖ്യത്തിലുള്ള ചില പാർട്ടികൾ തന്നെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാം എന്നൊരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. ആ തരത്തിലുള്ള ചർച്ചകളും എന്തായാലും ഭൂരിപക്ഷം മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പണ്ഡിറ്റുകൾ, നിരീക്ഷകരൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ പറഞ്ഞ ഒരു പ്രസൻസ് ഉണ്ടാക്കൽ DMK അധികാരത്തിലേക്ക് വരുമെന്നായിരുന്നു. എന്നാൽ പ്രചരണം കുറച്ചുകൊണ്ട് വന്നപ്പോഴേക്കും അതൊരു 10% വോട്ടെന്നായി, പിന്നെ വന്നപ്പോൾ 20% പിന്നെ 30% ഏറ്റവും ഒടുവിൽ അധികാരം പിടിക്കുന്ന അവസ്ഥയിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.